കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ അവൻ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും വരാൻ കഴിയാതെ ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. നോക്കുക, യേശു കർത്താവ് ശബത്ത് ദിവസം ആ പള്ളിയിൽ, യഹൂദന്മാരുടെ ആരാധനാ സ്ഥലത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു സ്ത്രീ 18 വർഷമായി അവൾക്കൊട്ടും നിവരാൻ കഴിയാതെ കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീ അവൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, പള്ളിയിലാകട്ടെ, പൊതുസ്ഥലങ്ങളിലാകട്ടെ, ഭവനങ്ങളിലാകട്ടെ അനേകർ രോഗികളായി കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ ഒരു കാരണമുണ്ട്. മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ഒരു കാരണമുണ്ട്. എന്നാൽ പല കാരണങ്ങളും നമുക്ക് അദൃശ്യമാണ്. അഥവാ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന സാത്താൻ്റെ ശക്തിയാൽ ആണ് ഈ പ്രതിസന്ധികൾ, രോഗങ്ങൾ, രോഗബന്ധനങ്ങൾ, കുടുംബ സമാധാനമില്ലായ്മ, ഡൈവോഴ്സുകൾ ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഭിന്നിപ്പിക്കുന്ന, സംശയം കൊണ്ടുവരുന്ന, രോഗിയാക്കി മാറ്റുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആ സ്ത്രീയെ അവളെ കണ്ട് അവിടെ അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവളുടെ മേൽ കൈവച്ചു. ആമേൻ. നോക്കുക, കർത്താവിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ മുമ്പിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു. അവളുടെ മേൽ കൈവച്ച് അവൾ നിവർന്നു നിന്നു. പെട്ടെന്ന് അവൾ നിവർന്നു. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ആരെങ്കിലുമൊക്കെ രോഗികളായിരിക്കുന്നെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരിക. എന്താ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാനുള്ള മാർഗം? ആമേൻ. നമ്മളുടെ രക്ഷകനായ കർത്താവിനെ വിശ്വസിക്കുക. നാം പാപി ആണെന്ന് സമ്മതിച്ച് നാം വീണ്ടും ജനനം പ്രാപിക്കുക. പാപിയായ മനുഷ്യൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷകനായ യേശു ക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പൈതലായി തീരുന്നു. ആ ദൈവത്തിൻ്റെ പൈതൽ മക്കൾക്ക് വേണ്ടി ദൈവം തൻ്റെ പ്രവർത്തികളെ ചെയ്യുന്നു. എത്ര വലിയ സാത്താൻ്റെ നുഖമാണെങ്കിലും യേശുവിലേക്ക് തിരിയുമ്പോൾ അത് അഴിഞ്ഞു പോകും. അവൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ രോഗബന്ധനങ്ങൾ അഴിയും, കുടുംബ ബന്ധനങ്ങൾ അഴിയും. സാമ്പത്തിക പ്രതിസന്ധികൾ മാറിപ്പോകും. ദൈവത്തിൻ്റെ കൃപ ഈ പ്രഭാതത്തിൽ തകർന്ന കുടുംബങ്ങളിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. അവൻ്റെ മക്കളായി തീരുക. നിങ്ങൾ സ്വതന്ത്രരാകും. ആമേൻ. ആമേൻ. സ്തോത്രം.